സ്വർഗം സന്തോഷിക്കുന്നത് എപ്പോഴാണ്? അതാണ് ഈ 3 ഉപമകൾ കൂടെയും നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. മകൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ നഷ്ടപ്പെട്ടു പോയ മകനെ ഓർത്ത് വിലപിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന പിതാവ്, ആ പിതാവ് ഏറ്റവും സന്തോഷിച്ചത് ആ മകൻ അനുതാപത്തോടെ തിരിച്ചു വന്ന്, പശ്ചാത്താപത്തോടെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ പിതാവ് സന്തോഷിച്ച് വലിയ വിരുന്നൊരുക്കുകയാണ്. ആ വിരുന്നൊരുക്കിയത് കണ്ടപ്പോൾ ജ്യേഷ്ഠന് അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പിതാവിനത് വലിയ സന്തോഷമായിപ്പോയി. ഈ കാണാതെ പോയ മകൻ തിരിച്ചു വന്നപ്പോഴേ ആ പിതാവിന് വലിയ സന്തോഷമുണ്ടായി. കൂടെ നിന്ന മകനെക്കുറിച്ച് ഉള്ളതിനേക്കാൾ അധികം സന്തോഷം വഴിതെറ്റിപ്പോയി തിരിച്ചു വന്ന മകനെക്കുറിച്ചുണ്ടായി. ഇതുപോലെ തന്നെയാണ് മറ്റ് 2 ഉപമകളിലും പറയുന്നത്. കൂടെ 99 ആടുകൾ ഉണ്ടായിട്ട് ആട്ടിടയൻ ദുഃഖിക്കുന്നത് കാണാതെ പോയ ഇടയനെ കുറിച്ചാണ്, ആടിനെ കുറിച്ചാണ്. ആ കാണാതെ പോയ ആട് തിരിച്ചു വരുമ്പോൾ, അതിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ആട്ടിടയന് വലിയ സന്തോഷമുണ്ടാകും. 99 കൂടെയുള്ള ആടുകളെക്കാൾ ഉപരി ഈ ഇടയന് സന്തോഷമുണ്ടായത് കാണാതെ പോയ ആടിനെ ചൊല്ലിയാണ്. അതിനെ തിരിച്ചു കിട്ടിയപ്പോഴാണ് ഇടയന് സന്തോഷമുണ്ടായത്. അതുപോലെ തന്നെയാണ് ഒരമ്മയുടെ കുറച്ച് നാണയങ്ങൾ, ദ്രഹ്മപ്പണം നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയ ഒരു നാണയം, കുറെ നാണയങ്ങൾ അമ്മയുടെ പണസഞ്ചിയിൽ കാണുമായിരുന്നിരിക്കാം. പക്ഷെ ആ നഷ്ടപ്പെട്ടു പോയ ഒരു നാണയം അത് തിരിച്ചു കിട്ടിയപ്പോൾ ആ അമ്മയ്ക്ക് വലിയ സന്തോഷമുണ്ടായി. അപ്പൊ ഈ 3 സംഭവങ്ങളിലും പറയുന്ന ഒന്ന്, കയ്യിലുണ്ടായിരുന്ന, കൂടെ ഉണ്ടായിരുന്ന ആടുകളെ ചൊല്ലിയോ, കൂടെ ഉണ്ടായിരുന്ന നാണയത്തെ ചൊല്ലിയോ, കൂടെ നിന്ന മകനെ ചൊല്ലിയോ സന്തോഷിക്കുന്ന ഒരു പിതാവിന്റെ ചിത്രം അല്ല നമ്മളവിടെ കാണുന്നു. പിന്നെയോ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കിട്ടുന്നതിലുള്ള സന്തോഷമാണ് ഇതിൽ 3 പേർക്കും ഉണ്ടായതെന്നാണ് ഈ ഉപമകളിൽ പറയുന്നത്. ആട്ടിടയന് തന്റെ കാണാതെ പോയ ആടിനെ കണ്ടുകിട്ടിയപ്പോൾ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ടായി. വീട്ടുടമയ്ക്ക് കാണാതെ പോയ നാണയം കണ്ടുകിട്ടിയപ്പോൾ വലിയ സന്തോഷമുണ്ടായി. പിതാവിന് നഷ്ടപ്പെട്ടു പോയ മകൻ തിരിച്ചു വന്നപ്പോൾ വലിയ സന്തോഷമുണ്ടായി. ഇതുപോലെ ഈ സ്വർഗസ്ഥനായ പിതാവിന് സന്തോഷമുണ്ടാകുന്നത് എപ്പോഴാണെന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. കൂടെ നിൽക്കുന്ന 99 പേരെക്കാളും പിതാവായ ദൈവം സന്തോഷിക്കുന്നത് അവിടെ വ്യക്തമായിട്ട് എടുത്തു പറയാണ്, അനുദപിക്കുന്ന പാപിയെ ഓർത്താണ് സ്വർഗം സന്തോഷിക്കുന്നത്. കൂടെ നിൽക്കുന്ന 99 പേരെക്കാളും അനുദപിക്കുന്ന ഒരു പാപി, ആ പാപിയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നു. ഇതാണ് ഈ ഉപമയുടെ ആമുഖത്തിൽ പറയുന്ന ഒരു, ആവർത്തിച്ച് പറയുന്ന ഒരു വാക്യം. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കും. ഇത് നമ്മൾ ഓർക്കുമ്പോഴേ ഈ നോമ്പിന്റെ നാളുകളിൽ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, സ്വർഗം സന്തോഷിക്കുന്ന എപ്പോഴാണ്? സ്വർഗം സന്തോഷിക്കുന്ന എപ്പോഴും അനുദപിക്കുന്ന പാപിയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കും. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ. അപ്പൊ ഇന്നത്തെ ലോകത്തിൽ പറ്റിയിരിക്കുന്നത്, ഇപ്പൊ ഇവന്റെ മുമ്പിൽ ഇരിക്കുന്നവർ പോലും കൂടെ കൂടെ പരുമലയിൽ വരുന്നവരായിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം എന്താണ്? പാപത്തെക്കുറിച്ചുള്ള ഭാരം നിങ്ങളെ എന്നെ അലട്ടുന്നെന്ന് പറയാൻ ഒക്കുമോ?
നമുക്ക് വേറെ ദുഃഖകാര്യങ്ങൾ ഒത്തിരിയുണ്ട്. ശാരീരികമായ ക്ലേശങ്ങളുണ്ട്, സാമ്പത്തികമായ ഞെരുക്കങ്ങളുണ്ട്, കുഞ്ഞുങ്ങളെ ചൊല്ലിയുള്ള വിഷമങ്ങളുണ്ട്, കുടുംബസ്ഥരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ചൊല്ലി വിഷമിക്കുന്നവരുണ്ട്, മക്കൾക്ക് നല്ല ജോലിയില്ലാത്തതിനാൽ വിഷമിക്കുന്നവരുണ്ട്, നല്ല വിവാഹങ്ങൾ മക്കൾക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനെ ചൊല്ലി വിഷമിക്കുന്നവരുണ്ട്, ലഭിച്ച വിവാഹ ബന്ധങ്ങൾ നന്നായി കൊണ്ടുപോകാതിരിക്കുന്നെങ്കിൽ അതിൻ്റെതായ വിഷമങ്ങളുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ദുഃഖങ്ങൾ ഒത്തിരിയുണ്ട്. ഈ ദുഃഖങ്ങൾക്കാണ് നിങ്ങൾ ഞാനും ഒക്കെ മുട്ടിപ്പായി ദൈവത്തെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് തീർച്ചയായും അതിന് പരിഹാരമുണ്ടാകും. പരിശുദ്ധനായ പരമത്തിന്മയുടെ മധ്യസ്ഥയൊക്കെയും ഈ ദുഃഖങ്ങൾ ലഘൂകരിക്കാൻ നമ്മളെ സഹായിക്കും. പക്ഷെ ഈ ഉപമയിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഈ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളെക്കാൾ ഉപരി നിങ്ങളുടെ എൻ്റെയും തിന്മയെക്കുറിച്ച് നമുക്കൊരു ദുഃഖം ഉണ്ടാകണമെന്ന്. ഈ നോമ്പിലെ പ്രാർത്ഥനകളെല്ലാം ആ ഒരു പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ്. മനുഷ്യന് ഭാരമുണ്ടാകേണ്ടത് അവന്റെ പാപത്തെ ഓർത്ത. കാരണം യേശുക്രിസ്തുവിന്റെ ക്രൂശാരോഹണം എന്തിനു വേണ്ടിയായിരുന്നു? യേശുക്രിസ്തുവിന്റെ ക്രൂശാരോഹണം നമ്മുടെയൊക്കെ വ്യക്തിപരമായ ഈ ലോകത്തിലെ ദുഃഖങ്ങളെ അതിജീവിപ്പാൻ നമ്മളെ സഹായിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടെന്നാണ് യോഹന്നാൻ സ്നാപകൻ അപ്പോസ്തലന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവിനെ കുറിച്ച് പറഞ്ഞത്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപം പരിഹരിക്കപ്പെടാൻ വേണ്ടി ക്രൂശിൽ യാഗമായിട്ട് തീർന്നു. അപ്പൊ ക്രൂശിലെ യാഗം മൂലം നമുക്ക് നേടിത്തന്ന ഏറ്റവും വലിയ കാര്യം, നിങ്ങൾക്കും എനിക്കും തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ സാധിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഈ ലോകത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാവർക്കും ഒരുപോലെ കിട്ടുമോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവരുടെ പിള്ളേരെല്ലാവരും IAS-ഉം IPS-ഉം ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആകണമെന്ന് ആഗ്രഹം കാണും. പക്ഷെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഒരുപോലെ നടക്കുമോ? എല്ലാവർക്കും ഒരുപോലെയുള്ള വലിയ വലിയ ഭവനങ്ങളിൽ, വീടുകളിൽ, കൊട്ടാര സമാനമായ വീടുകളിൽ താമസിക്കണമെന്ന് ആഗ്രഹം കാണും. സാധിക്കുന്ന കാര്യമാണോ? എല്ലാവർക്കും സ്വന്തമായി വിലയേറിയ കാറുകളിൽ യാത്ര ചെയ്യണമെന്ന് ചിലപ്പോൾ ആഗ്രഹം കാണും. എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണോ? എല്ലാവർക്കും ഈ ലോകത്തിൽ ഒരുപോലെ സാധിക്കാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ ക്രൂശാരോഹണം മൂലം പാപത്തിന്റെ പിടിയിൽ നിന്ന് സ്വതന്ത്രരായി, വിശുദ്ധരായി, നിർമ്മല ഹൃദയമുള്ളവരായി ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതിൽ മാത്രമേ നമുക്കൊരു സമാനത പുലർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇനിയിപ്പോ എല്ലാവരും എത്ര നിലവിളിച്ചു പ്രാർത്ഥിച്ചാലും കൊള്ളാം, എല്ലാവരും ഒരുപോലെയാകാൻ ഈ ഭൂമിയിൽ സാധിക്കുകയില്ല. അങ്ങനെ സാധിച്ചാൽ ഈ ലോക ജീവിതം മുന്നോട്ട് പോവുകയുമില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ക്രൂശാരോഹണം മനുഷ്യജാതിക്ക് പൊതുവായി തന്ന കാര്യം മനുഷ്യന്റെ പാപ സ്വഭാവത്തിനുള്ള വിടുതൽ. അതായത് ഏദന്റെ തോട്ടത്തിൽ സംഭവിച്ചത് എന്തായിരുന്നു? പാപം അതുവരെ മനുഷ്യന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരുന്നില്ല. പാപം പുറത്തു നിൽക്കുകയായിരുന്നു. അതായത് ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചു. ആദമിനും ഹവ്വയ്ക്കും ചില വിലക്കുകൾ ഏർപ്പെടുത്തി. നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഏതെങ്കിലും വിലക്കി കഴിഞ്ഞാൽ ആ വിലക്കിനെ ലംഘിക്കാനാണല്ലോ മനുഷ്യർക്ക് എപ്പോഴും താല്പര്യം. നമുക്കാണെങ്കിലും നോമ്പ് വന്നു കഴിയുമ്പോഴാണ് ചിലർക്ക് മീൻ കൂട്ടണമെന്ന് കൂടുതൽ ആഗ്രഹം, ഇറച്ചി കഴിക്കണമെന്ന് കൂടുതൽ ആഗ്രഹം. അല്ലാത്തപ്പോൾ അത്രയും ആഗ്രഹമില്ല. വിലക്കപ്പെടുമ്പോഴാണ്
മനുഷ്യർക്ക് ഏറ്റവും അതിനോട് താല്പര്യം വരുന്നത്. ഡയബറ്റിക്കായി ഷുഗർ കഴിക്കരുത്, പഞ്ചസാരയുള്ളതൊന്നും കഴിക്കരുതെന്ന് പറയുമ്പോഴാണ് അതിനോട് കൂടുതൽ ആഗ്രഹം വരുന്നത്. അതിനു മുമ്പ് വലിയ ആഗ്രഹം പലർക്കും കാണുകയില്ല. മധുരം തന്നെ വലിയ താല്പര്യമില്ലാതിരുന്ന മനുഷ്യരുണ്ട്. പക്ഷെ അവർക്ക് പ്രമേഹം എന്ന് പറഞ്ഞ അസുഖം ബാധിച്ചു കഴിയുമ്പോൾ പിന്നെ അവർക്ക് മധുരമുള്ളത് കഴിക്കണം. അപ്പോൾ മനുഷ്യ സ്വഭാവമാണ് വിലക്കപ്പെട്ടതിനെ കൂടുതൽ പ്രാപിക്കാനുള്ള ഒരാഗ്രഹം. ഏദന്റെ തോട്ടത്തിൽ ആദമിനും ഹവ്വയ്ക്കും ഉണ്ടായത് തന്നെ. വിലക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴ് ബാക്കി എല്ലാ പഴവും തിന്നു പറിച്ചു, അത് തിന്നു. ഇതിന്റെ മാത്രം രുചി എന്തായിരിക്കും എന്ന് അറിയാനുള്ള ഒരാഗ്രഹം. പക്ഷെ അവിടെ അത് ദൈവകൽപ്പനയാണ്, അതിനെ ലംഘിക്കരുതെന്നുള്ളത് ആദമും ഹവ്വയും അങ്ങ് മറന്നുപോയി. അവിടെയാണ് ഒരു വലിയ സംഘർഷം ഉണ്ടായി മനസ്സിന്റെ ഉള്ളിൽ. ദൈവത്തിന്റെ കൽപ്പനയുണ്ട് ഇത് ഭക്ഷിക്കരുതെന്ന്. എന്നാൽ മറുവശത്ത് എല്ലാം ഭക്ഷിച്ചു. അപ്പൊ ഇതിൻ്റെയും കൂടെ രുചി ഒന്ന് അറിയേണ്ടതല്ലയോ? ഒന്നറിയണമെന്ന് സ്വാഭാവികമായിട്ടും ആഗ്രഹിച്ചു. ആദമും ഹവ്വയും ആഗ്രഹിച്ചു. അതുകൊണ്ട് ആ വിലക്കപ്പെട്ട കനി അവര് പറിച്ചു തിന്നുകയും ചെയ്യും. അതോടുകൂടി മനുഷ്യജാതിക്ക് ഒരു വലിയ മാറ്റം സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ, അതുവരെ പാപം ചെയ്യാനുള്ള ഒരാഗ്രഹം മനസ്സിൽ കടന്നു. ഇപ്പോഴോ ആ പാപം അവന്റെ ഉള്ളിലായി. ഇനി ഉള്ളിൽ നിന്ന് തന്നെ, മറ്റേത് പുറമേന്നായിരുന്നു. സാത്താൻ ഇങ്ങനെ പാമ്പിന്റെ വേഷം പൂണ്ട് ഇത് ഭക്ഷിച്ചാട്ട്, ഇത് തിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നുള്ള പ്രലോഭനം കൊടുത്തുകൊണ്ടിരുന്നു. ഈ പ്രലോഭനത്തിൽ വീണു കഴിഞ്ഞപ്പോൾ പിന്നെ ആദമിന്റെ ഉള്ളിൽ, ഹവ്വയുടെ ഉള്ളിൽ പുറമേന്ന് പ്രലോഭനം വേണ്ട, അകമേന്ന് തന്നെ പ്രലോഭനം ഉണ്ടാകാവുന്ന അവസ്ഥയിലേക്ക് മാറി. അതാണ് മനുഷ്യ സ്വഭാവത്തിൽ വന്ന മാറ്റം. അതിന് വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ആദമിന്റെയും ഹവ്വയുടെയും മക്കൾ കായീന് അസൂയ ഉണ്ടായി. നമുക്കറിയാം, ആദാമിനുണ്ടായതുപോലെ പുറമേന്നുള്ള പ്രലോഭനമൊന്നും കായീനുണ്ടായില്ല. ആദാമിനും ഹവ്വയ്ക്കും പുറമേന്നൊരു പ്രലോഭനം ഉണ്ടായിരുന്നു. സാത്താൻ വന്നിച്ച് പറഞ്ഞു, നിങ്ങളിത് ഭക്ഷിക്ക്. പക്ഷെ കായീൻ അങ്ങനെ പുറമേന്നും ആരും ഒന്നും പറഞ്ഞില്ല. അവന്റെ ഉള്ളിൽ നിന്ന് അവൻ അസൂയ ഉണ്ടായി. അപ്പൊ പാപം മനുഷ്യന്റെ ഉള്ളിലായി തീരുന്ന ഒരവസ്ഥയിലേക്ക് ജീവിതത്തിന് രൂപാന്തരം വന്നു. അതാണ് ആദാമ്യ പാപത്തിൽ സംഭവിച്ചത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കായീനെ ആരും പ്രലോഭിപ്പിച്ചില്ല, പക്ഷെ ഉള്ളിൽ നിന്ന് അസൂയ തോന്നി. ആ അസൂയ കൊണ്ട് കായീൻ പോയി ഹാബേലിനെ വെട്ടിക്കൊന്നു. അപ്പൊ അസൂയയായി, കൊലപാതകമായി. പിന്നെ തിന്മയുടെ പരമ്പര അതങ്ങ് വർദ്ധിക്കുകയാണ്. അത് മനുഷ്യ സ്വഭാവത്തിന്റെ ഭാഗമായി തീർന്നു. ഇതാണ് നിങ്ങളുടെയും എന്റെയൊക്കെ അവസ്ഥ. നമുക്കിന്ന് പാപം പുറത്തു നിൽക്കുന്നതല്ല, നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം മൂലം നമുക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്ന പദവി എന്താണ്? ഈ ഉള്ളിലായിരിക്കുന്ന പാപ സ്വഭാവത്തെ ക്രിസ്തുവിന്റെ ക്രൂശാരോഹണം മൂലം നമുക്ക് ലഭിച്ച ദൈവകൃപയിൽ നീക്കിക്കളയാനുള്ള ഒരു ശക്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് നമുക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്ന പദവി. അപ്പൊ ഈ പദവിയിൽ നിങ്ങൾ ഞാനും എത്തിച്ചേരണമെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട മുഖാന്തരം അവനവന്റെ ഉള്ളിലുള്ള പാപത്തെക്കുറിച്ച് അവനവനൊന്ന് തിരിച്ചറിയണം. എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു ഭാരം ഹൃദയത്തിൽ ഉണ്ടാകണം. ആ ഭാരമുണ്ടായി അനുതപിക്കണം. അതുകൊണ്ട് ഞാൻ ആമുഖത്തിൽ പറഞ്ഞ കാര്യം വീണ്ടും ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ ദുഃഖമാണോ പാപഭാരമാണോ ഉള്ളത്? നല്ല പങ്കുകൾ ദുഃഖമാണുള്ളത്.
എനിക്കും പലപ്പോഴും ദുഃഖമാണ് കൂടുതൽ പാപഭാരത്തെക്കാൾ ഉപരി. പക്ഷേ വലിയ നോയമ്പിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ ധ്യാനിക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു മറുപടി, നമ്മൾ ഈ പാപത്തിൽ നിന്ന് നമ്മൾ ഒഴിയാമെങ്കിൽ നമ്മുടെ ദുഃഖത്തിന് ഒരു കുറവ് വരുമെന്നാണ്. അതെങ്ങനെ സാധിക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മനുഷ്യരുടെയും ജീവിതാനുഭവത്തിൽ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഒട്ടേറെ നമ്മുടെ ദുഃഖങ്ങൾ നീങ്ങാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൽ നിന്നൂടെ നമ്മൾ വിടുതൽ പ്രാപിച്ചാൽ ഈ ദുഃഖങ്ങൾ ചിലപ്പോൾ കുറഞ്ഞു വരുമായിരുന്നിരിക്കാം. അങ്ങനെ ഒരു സമീപനം ജീവിതത്തിൽ നിങ്ങൾ ഞാൻ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ ചോദിച്ചേക്കാം, ഞാൻ പാപത്തിൽ നിന്നൊഴിഞ്ഞാൽ എൻ്റെ രോഗം എങ്ങനെയാ മാറുന്നത്? ഞാൻ പാപത്തിൽ നിന്നൊഴിഞ്ഞാൽ എൻ്റെ പിള്ളേർക്ക് എങ്ങനെയാ ജോലി കിട്ടുന്നത്? ഞാൻ പാപത്തിൽ നിന്നൊഴിഞ്ഞാൽ എങ്ങനെയാ എനിക്ക് വലിയ വീട് കിട്ടുന്നത്? ഞാൻ പാപത്തിൽ നിന്നൊഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് നല്ല കാറിൽ യാത്ര ചെയ്യാൻ ഒക്കുന്നത്? ഇങ്ങനെ നമ്മളെ ഒട്ടേറെ അലട്ടുന്ന ദുഃഖങ്ങൾക്ക് ഞാൻ ഈ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന് പരിഹാരം കിട്ടുന്നതെന്ന് ഓരോരുത്തരും ചോദിക്കുമായിരിക്കാം. എനിക്കതിനുള്ള മറുപടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ചില ആഗ്രഹങ്ങൾ പോലും ഉണ്ടാവുകയില്ല. അതാ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞാൽ. ചിലപ്പോൾ നമ്മൾ പാപത്തിൽ നിന്ന് ഒഴിയുമ്പോൾ നമ്മുടെ രോഗം മുഴുവനും അങ്ങോട്ട് മാറിയില്ലെന്നിരിക്കും. പക്ഷെ അവിടെ നമ്മുടെ മനസ്സിന് ഈ രോഗത്തെക്കുറിച്ച് ദുഃഖിക്കുന്നതിനേക്കാൾ അധികമായി രോഗത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തി തരും. ഇച്ചിരി അസുഖമൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കട്ടെ, സാരമില്ല, ഞാൻ നോക്കിക്കൊള്ളാം. അവിടെ ധൈര്യവും ശക്തിയും കിട്ടും. അതാ പരിശുദ്ധനായ പൗലോസ്ലീഹായ്ക്ക് കിട്ടിയത്. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അവിടെ പൗലോസ്ലീഹ വളരെ വ്യക്തമായി പറഞ്ഞു. പൗലോസ്ലീഹ വളരെ ദുഃഖത്തോടെ പ്രാർത്ഥിച്ചു. വെളിപാടുകളുടെ ആധിക്യ നിമിത്തം ജഡത്തിലുള്ള ശൂലം നീങ്ങിപ്പോകേണ്ടതിന് ഞാൻ 2 വട്ടം പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് മറുപടി കിട്ടി, എന്റെ കൃപ നിനക്ക് മതി. ആ ശൂലം അവിടെ ഇരിക്കട്ടെ, എന്റെ കൃപ നിനക്ക് മതി. എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തെളിഞ്ഞു വരും. അപ്പോൾ നമുക്കവിടെ ഒരു കാര്യം വ്യക്തമായി. പൗലോസ്ലീഹായുടെ ജഡത്തിലെ ശൂലം നീക്കി കൊടുത്തില്ല. ആ ജഡത്തിലെ അസുഖം പൗലോസ്ലീഹായ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പൗലോസ്ലീഹായ്ക്ക് അതിനെ നേരിടാനുള്ള ശക്തി അപ്പുറത്ത് ദൈവം കൊടുത്തു. എന്റെ കൃപ നിനക്ക് മതി. ആ കൃപയുണ്ടെങ്കിൽ ഈ ശൂലമൊക്കെ അവിടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള മറുപടി, നമ്മുടെ ദുഃഖങ്ങൾ എങ്ങനെ നമ്മുടെ പാപം നീക്കുമ്പോൾ മാറുമെന്നുള്ളതിന് മറുപടി പൗലോസ്ലീഹായിൽ അവിടെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാം. അവിടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ദുഃഖങ്ങൾ അതേപടി മാറത്തില്ലെങ്കിൽ പോലും നമ്മൾ എത്രയും വിശുദ്ധിയിലോട്ട് കടക്കുന്നോ അവിടെ നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം കണ്ടെത്തും. ഒരു വിധത്തിലല്ലേ മറ്റൊരു വിധത്തിൽ. ചിലപ്പോൾ നമുക്ക് വലിയ കാറ് ലഭിച്ചില്ലെന്നിരിക്കും. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ നമുക്കുള്ളതിൽ സംതൃപ്തമായി ജീവിക്കാൻ സാധിച്ചാല് അതല്ലയോ നല്ലത്? ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ കൊച്ചു വീട് ഇവിടെ വന്ന് 10 ആഴ്ച പ്രാർത്ഥിച്ചതുകൊണ്ട് ഉടനെ വലിയ വീടായിട്ട് മാറത്തില്ലായിരിക്കാം. പക്ഷെ ആ കൊച്ചു വീട്ടിൽ കഴിയുമ്പോൾ ഹൃദയത്തിന് വലിയ സന്തോഷവും ആനന്ദവുമാണെങ്കിൽ നമ്മൾ തന്നെ ദൈവത്തോട് പറയും, എനിക്ക് ഈ കൊച്ചു വീട് മതി, എനിക്ക് ഈ കവിഞ്ഞൊന്നും വേണ്ട. നമ്മുടെ പ്രാർത്ഥന പോലും മാറും. അവിടെയാണ് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ലക്ഷ്യമാകുമ്പോൾ നമ്മൾ ഇന്ന് ദുഃഖമെന്ന് കരുതുന്ന പല ദുഃഖങ്ങളും നമുക്ക് ദുഃഖമല്ലാതെ മാറും.
ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നലുണ്ടാവും കേട്ടോ. ഇപ്പൊ പത്രങ്ങളിലെ പരസ്യം അങ്ങോട്ട് കാണുന്നുണ്ടെ തന്നെ എന്തോ ഒരു പരസ്യങ്ങളാ, സ്വർണ്ണ പരസ്യങ്ങളാണല്ലോ കൂടുതൽ. അപ്പോൾ ഒരു 3-4 ലെയറാണ് സ്ത്രീകളുടെ പരസ്യം സ്വർണം അങ്ങോട്ട് ഇട്ടിരിക്കുന്നത് അല്ലേ. ഒരു 4-5 ലെയർ കാണും. അത് ദേഹം മുഴുവനും മറിഞ്ഞു കിടക്കത്തക്കവണ്ണമാണ് അതങ്ങോട്ട്. അപ്പൊ ഇത് കാണുമ്പോൾ ചില സ്ത്രീകൾക്ക് തോന്നും, അയ്യോ ഇതുപോലെ 5 എണ്ണം നെഞ്ചത്ത് കിടന്നാൽ എന്തോ ഒരു ഭംഗിയാണ്, എന്തോ ഒരു സന്തോഷമാണെന്ന് തോന്നും. അപ്പൊ അതിനെ ഓർത്ത് പിന്നെ അതില്ലല്ലോ ഇല്ലല്ലോ ഓർന്ന് വിഷമിച്ചുകൊണ്ടേയിരിക്കും. ഈ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന മനുഷ്യർക്ക് ഈ മഞ്ഞലോഹത്തോട് വലിയ പ്രതിപത്തി ഒന്നും തോന്നത്തില്ല. അവര് ചിന്തിക്കും, ഇത് കുറച്ച് കഴുത്തയിലിട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എന്താ ഈ ലോകത്തിൽ നേടാൻ പോകുന്നേ? കുറച്ചുകൂടെ കള്ളന്മാരെ പേടിച്ച് ജീവിക്കേണ്ടി വരും അല്ലേ. ഇത് കഴുത്തയിലിട്ടുകൊണ്ട് നടന്നുകൊണ്ട് പോകാൻ ഒക്കുവോ? വഴി കൂടെ നടക്കാൻ ഒക്കുവോ? പേടിച്ച് വേണം പോകേണ്ടത്. നേരെ മറിച്ച് ഇത് കുറവാണെങ്കിലോ സുഖമായിട്ട് നടന്നു പോകാം. ഇച്ചിരി രാത്രി ആയാലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഏറി വന്നു കഴിഞ്ഞാൽ എത്ര നാളായി? ഇത് കഴിഞ്ഞിട്ട് ഇതേലെ വല്ലതും അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒക്കുവോ? ഇതേലെ കുറച്ച് വാങ്ങിച്ചു വെച്ചത് വല്ലതും ഒരു ശകലമെങ്കിലും അപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ ഒക്കുന്നതാണോ? അതാ സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷയെ പാടിയിരിക്കുന്നത്, പൊന്നിന് വിലയില്ല അവിടെങ്ങും. ഈ സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ അത് പാടിയത്. പുരുഷന്മാരുടെ ശവസംസ്കാര ശുശ്രൂഷയെ പാടിയത് എന്താ? അവിടെ പാടിയത്, വാസസ്ഥലവും ധനവും ഞാൻ ഉടമസ്ഥർക്കേകി. വാസസ്ഥലവും ധനവും ഞാൻ ഉടമസ്ഥർക്കേകി, ഇനി ഒന്നുമില്ലാതെ ഞാൻ പോവുക. അപ്പൊ ഈ പുരുഷന്മാരുടെ താല്പര്യം അതായിരിക്കും. അവർക്ക് ഈ വാസസ്ഥലവും ധനവുമാണ് അവരുടെ വലിയ പ്രാധാന്യമുള്ള കാര്യം. അതുകൊണ്ടാണ് അവിടെ പാടിയത്, ഇത് ഞാൻ എല്ലാം കൊടുത്തേച്ച് പോവുക, ഞാൻ ദൈവസന്നിധി കണക്ക് കൊടുക്കാനായിട്ട് പോവുക. സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷയിലാണ് പാടിയത്, പൊന്നിന് വിലയില്ല അവിടെങ്ങും. കാര്യം പൊന്നിനോട് താല്പര്യം ഈ സ്ത്രീകൾക്കായിരിക്കുമല്ലോ. അതുകൊണ്ടായിരിക്കും അങ്ങനെ അർത്ഥവത്തായിട്ട് ശവസംസ്കാര ശുശ്രൂഷയിലെ ആ പാട്ടുകൾ ക്രമീകരിച്ചത്. അപ്പോൾ ഈ പാപത്തിൽ നിന്ന് മനുഷ്യൻ വിടുതൽ പ്രാപിക്കുമ്പോഴേ നമ്മൾ ഇപ്പോൾ വളരെ പ്രധാനമെന്ന് കരുതുന്ന പല കാര്യങ്ങളും അപ്രധാനമായി തീരും. അങ്ങനെ അപ്രധാനമായി തീരുമ്പോൾ നമ്മുടെ ഈ ദുഃഖഭാരം തന്നെ കുറയും. അതാണ് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ ദുഃഖം കുറയുന്നു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സംഗതിയാണ്, ദൈവത്തിന്റെ കൃപ നമുക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നത് പാപമോചനത്തിൽ കൂടെയാണ്. അല്ലാതെ യേശുവമ്പുരാൻ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ ചില പ്രോസ്പെറിറ്റി ഗോസ്പൽ എന്ന് പറയുന്ന സമൃദ്ധിയുടെ സുവിശേഷക്കാർ പറയും, ഈ ലോകത്തിൽ ചോദിക്കുന്ന എല്ലാം ദൈവം നിങ്ങൾക്ക് തരും, അതുകൊണ്ട് അങ്ങ് ചോദിച്ചോ എന്നാ പറയുന്നത് കേട്ടോ. പക്ഷെ യേശുക്രിസ്തു ഈ ലോകത്തിന് തരാൻ ആഗ്രഹിച്ചത് മനുഷ്യരാഗ്രഹിക്കുന്ന എല്ലാ ധനവും സമ്പാദ്യവും കൊടുക്കാനല്ല കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം. കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം മനുഷ്യരെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പിക്കാന്നുള്ളതാണ്. അതിന് വെറുതെ ചില ആൾക്കാർ കോട്ടി മാറ്റി ദൈവം നമുക്ക് തരാൻ പോകുന്നത് ദൈവത്തോട് ചോദിക്കുന്നവർക്ക് ഈ ലോകത്തിലെ എല്ലാ സമ്പാദ്യങ്ങളും തരുമെന്നുള്ള നിലയിൽ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ചും പുതിയ നിയമത്തിലെ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടേയില്ല. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? തന്നെ തന്നെ ത്യജിച്ച് ക്രൂശ് എടുത്തോണ്ട് എൻ്റെ പിന്നാലെ വരാനാ പറഞ്ഞിരിക്കുന്നത്. അല്ല ഞാൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങളെല്ലാം തന്ന് അനുഗ്രഹിക്കാവുന്ന യേശുവമ്പുരാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അപ്പോസ്തലന്മാരങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. പൗലോസ്ലീഹായും പഠിപ്പിച്ചിട്ടില്ല. തന്നെ കൂടെ പോകുന്നവർക്ക് കഷ്ടത എന്ന വരം കൂടെ നൽകിയിരിക്കുന്നെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്.
അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ദൈവം വളരെ വ്യക്തമായി തരാമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം തിന്മയിൽ നിന്നുള്ള മോചനമാണ്. അല്ലാതെ എല്ലാവർക്കും ഒരുപോലെ ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നത് തരാമെന്ന് യേശുവമ്പുരാൻ പഠിപ്പിച്ചിട്ടില്ല, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കുന്നുവെങ്കിൽ അത് വേദപുസ്തകപരമല്ല. അപ്പോൾ ഈ ആശയമാണ് നമ്മൾ വലിയ നോയമ്പിലെ 3-ാമത്തെ ഞായറാഴ്ച പക്ഷപാത രോഗിയോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. പക്ഷപാത രോഗിയെ താൻ ഇരുന്ന മുറിയിൽ കൊണ്ടുവന്ന് മോളിൽ നിന്ന് താഴോട്ട് ഇറക്കിക്കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞ ഒരു കാര്യം, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നാണ്. പാപം മോചിച്ചപ്പോഴ് അവന്റെ അസുഖവും പോയി. അതുകൊണ്ട് വലിയ നോയമ്പില് നമ്മൾ ധ്യാനിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി, എൻ്റെ ഇപ്പോഴത്തെ ദുഃഖങ്ങളുടെ പുറകിൽ എൻ്റെ പാപം കൂടെ കിടപ്പുണ്ടോ? എൻ്റെ തിന്മയുടെ സ്വഭാവം കൂടെ കിടപ്പുണ്ടോ? ഇത് രണ്ടും കൂടെ ബന്ധം കാണും. അതുകൊണ്ടാണല്ലോ യേശുവമ്പുരാൻ എല്ലാവരോടും അങ്ങനെ പറഞ്ഞില്ല. എല്ലാ രോഗികളെ സൗഖ്യമാക്കിയപ്പോഴ് നിന്റെ പാപം മോചിച്ചു വന്നിരിക്കുമെന്ന് പറഞ്ഞില്ല. എന്നാൽ പക്ഷപാത രോഗിയുടെ രോഗം മാറ്റിക്കൊടുത്തപ്പോൾ യേശുവമ്പുരാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിന്റെ പാപം മോചിച്ചിരിക്കും. പാപം മോചിച്ചപ്പോൾ അവന്റെ അസുഖവും മാറി. അപ്പോൾ ഇന്ന് നമ്മളെ അലട്ടുന്ന ദുഃഖങ്ങളുടെ പുറകിൽ നിങ്ങളുടെ എൻ്റെയും പാപാവസ്ഥ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കാനും ഉണ്ടെങ്കിൽ അനുദപിക്കാനും സാധിച്ചാൽ നമുക്ക് പാപമോചനവും ലഭിക്കും, നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന് വിടുതലും ലഭിക്കും. ഇത് രണ്ടും നമുക്ക് ലഭിക്കും. പക്ഷേ അനുദപിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, സ്വർഗരാജ്യത്തിൽ സന്തോഷമുണ്ടാകുന്നത് അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കും. രണ്ടാമതും അതന്നെ ആവർത്തിച്ചു. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 7-10 വാക്യങ്ങളിൽ 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ദൈവദൂതന്മാർ സന്തോഷിക്കും. അതുകൊണ്ട് ഇവിടെ വെള്ളിയാഴ്ച വരുന്ന ജനസമൂഹം തിരിച്ചു പോകുമ്പോഴേ, നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞേച്ചു പോകുമ്പോഴേ ദൈവം അത് കേൾക്കും. യാതൊരു സംശയവുമില്ല. പരമേശ്വരയുടെ മധ്യസ്ഥം നമുക്ക് ലഭിക്കും. പക്ഷെ സ്വർഗം സന്തോഷിക്കുന്നത് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അസൂയ പലരോടും ഉണ്ടായിരുന്നു. ആ അസൂയയിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു പോകാൻ സാധിച്ചാൽ സ്വർഗം സന്തോഷിക്കും. സ്വാർത്ഥത വളരെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുമ്പോഴേ ആ സ്വാർത്ഥത കുറച്ച് വെടിഞ്ഞ്, മുഴുവൻ ഒറ്റ ദിവസം കൊണ്ടൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അങ്ങനെ പോയാൽ കൊള്ളാം. പക്ഷെ അത്ര എളുപ്പമൊന്നും സ്വാർത്ഥതയൊന്നും പോകുമൊന്നുമില്ല. പക്ഷെ കുറച്ചെങ്കിലും ഒന്ന് പോയി തിരിച്ചു പോകാൻ സാധിച്ചാൽ സ്വർഗം സന്തോഷിക്കും. ദ്രവ്യാഗ്രഹം കിട്ടുന്നതിൽ തൃപ്തിയില്ല, പിന്നെയും പിന്നെയും കിട്ടണം. പെട്ടെന്നതൊന്നും ഇല്ലാതെ വരാൻ എളുപ്പമല്ല. എങ്കിലും അത്, എൻ്റെ ദൈവമേ, ദ്രവ്യാഗ്രഹത്തിൽ തന്നെ വിടുവിക്കണമേ, എനിക്കുള്ളതിൽ പരിപൂർണ തൃപ്തിയോടെ ജീവിപ്പാനുള്ള കൃപ തരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച് ആ ദ്രവ്യാഗ്രഹത്തെ കുറച്ചൊന്ന് നിയന്ത്രിക്കാൻ സാധിച്ചാൽ ദൈവദൂതന്മാരുടെ ഇടയിൽ സന്തോഷമുണ്ടാകും. അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ട ഈ ആന്തരികമായ രൂപാന്തരത്തെയാണ് ഈ പരിശുദ്ധ നോമ്പ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യം പറയട്ടെ. ഈ ധ്യാനത്തിലിരിക്കുന്നവർക്ക് ദുഃഖങ്ങളെക്കാൾ അധികം, സ്വകാര്യ ദുഃഖങ്ങളെക്കാൾ അധികം ഒരു പാപഭാരം ഉണ്ടാകാമോ? നമുക്ക് പാപഭാരം ഉണ്ടാകാവുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. കാരണം ഇന്ന് ലോകത്തിൽ പാപം എന്നുള്ളൊരു ചിന്ത തന്നെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും വല്ല പ്രസംഗത്തിൽ വല്ല പാപം വല്ലതും പറയുന്നുള്ളതല്ലാതെ നിത്യവും വായിക്കുന്ന മനുഷ്യരെ വേദപുസ്തകം പോലും വായിക്കാതെയാണല്ലോ പത്രം വായിക്കുന്നത്.
കേട്ടോ. നിങ്ങളോട് എനിക്കൊരു കാര്യം, കൊച്ചു കാര്യമാണെങ്കിലും ഓർപ്പിക്കാനുള്ളത്, ആവതുണ്ടേ രാവിലെ ഈ പത്രം വായിക്കരുത്. സ്വസ്ഥത കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രാവിലെ ഈ സാധനം വായിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. നിർബന്ധമായും വേദപുസ്തകം വായിക്കണം. വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും മനസ്സ് നല്ലവണ്ണം ദൈവസന്നിധിയിൽ ഉറപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ ദൈവസന്നിധി ഉറപ്പിക്കുകയും ചെയ്താലുള്ള ഗുണമെന്നറിയാമോ? ഈ പത്രത്തിൽ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ അവർ തരും. നമ്മൾ വായിക്കാൻ പോകത്തില്ല. നേരെ മറിച്ച് വേദപുസ്തകം വായിക്കാത്ത മനുഷ്യരുണ്ടല്ലോ, ഈ പത്രത്തിലെ നമുക്ക് ആവശ്യമില്ലാത്ത വാർത്തകളെല്ലാം വിശദമായിട്ട് അങ്ങ് വായിക്കും. ബലാത്സംഗം ചെയ്ത് എങ്ങനെയാന്ന് വരെ അങ്ങ് വായിക്കും. വല്ല ആവശ്യമുണ്ടോ? നമുക്കിത് വായിച്ചറിഞ്ഞിട്ട് വല്ല ആവശ്യമുള്ളതാണോ? വണ്ടിച്ചോറ് എങ്ങനെയാ വീട്ടിനകത്ത് കയറിയതെന്ന് വിശദമായിട്ട് നമ്മളങ്ങ് വായിച്ചു പഠിക്കും. ഇത് പഠിച്ചിട്ട് നമുക്കല്ല ആവശ്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? കള്ളൻ എങ്ങനെയാ വീട്ടിനകത്ത് തുരന്ന് കയറിയത്, അവൻ പൂട്ട് മുറിച്ചത്, അതിൻ്റെ വിശദാംശങ്ങളെല്ലാം അങ്ങോട്ട് പറയും. ഇത് വല്ലതും നമുക്ക് ആവശ്യമുള്ളതാണോ? അപ്പൊ വേദപുസ്തകം ശരിക്കും പഠിച്ച് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അകക്കണ്ണ് തുറക്കും. അകക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ പുറത്തെ കാഴ്ചകളിൽ പലതും നമുക്ക് ആവശ്യമില്ലെന്ന്. അപ്പൊ വേദപുസ്തകം ധ്യാനിച്ച് അകക്കണ്ണ് തുറന്നാല് പിന്നില്ല ഫ്രണ്ട് പേജിലെ 4-5 ലെയർ ഇട്ടിരിക്കുന്ന സ്വർണത്തെ നോക്കി ഇങ്ങനെ കുനിഞ്ഞ് അവിടെ ഇരിക്കത്തില്ല. ഇല്ലെങ്കിൽ അതിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും. അയ്യോ എന്തോ രസമായിരിക്കുന്നു, അത് അൺകട്ട് ഡയമണ്ടാ, ഇത് നല്ലതായിരിക്കും. മറ്റേത് കട്ട് ഡയമണ്ടാ, ഇല്ലയോ? എനിക്കറിയാൻ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാം, ചില സ്ത്രീകൾ പറയുന്ന കേൾക്കാം. അൺകട്ടും കട്ടും ഒക്കെ എന്തുവാന്നാ പിടിയില്ല. അപ്പോ അകക്കണ്ണ് തുറന്ന് ദൈവാനുഭവത്തിലിരിക്കുന്ന മനുഷ്യർക്ക് ഈ ഭൗതികതയൊന്നും മഞ്ഞളിപ്പിക്കത്തില്ല. അവരിങ്ങനെ അതിനകത്ത് ധ്യാനിക്കാനോ അതിങ്ങനെ നോക്കിയിരിക്കാനൊന്നും പോവുകയില്ല. ആ ഭാഗമൊന്നും വായിക്കത്ത് പോലുമില്ല. അതുകൊണ്ട് ഇന്നത്തെ പത്രങ്ങളില് കാര്യമായി വായിക്കാൻ ഒന്നുമില്ല. അത്യാവശ്യം ഒരു 5-10% കൂടുതൽ അതിനകത്ത് വായിച്ചില്ലേലും യാതൊരു കുഴപ്പവും നമുക്ക് പറ്റുന്നതല്ല. പക്ഷെ നമ്മുടെ മനുഷ്യർക്കുള്ള ദോഷം, വേദപുസ്തകം വായിക്കത്തില്ല, ധ്യാനിക്കത്തില്ല. ഇത് ആദ്യം മുതലേ അങ്ങ് വായിച്ച് പഠിച്ച് കാണാതെ അങ്ങ് പഠിക്കുക. എന്തോ ഗുണം? ഈ ലോകത്തിൽ കുറെ കുറ്റകൃത്യങ്ങൾ അവിടെയും നടന്നു ഇവിടെയും നടന്നു. ബാലിയെ പീഡിപ്പിച്ചു, അപ്പനെ കൊന്നു, അമ്മയെ പിടിച്ച് ദൂരത്ത് കൊണ്ട് കളഞ്ഞു, പോലീസ് സ്റ്റേഷനിലാക്കി എന്ന് വേണ്ട, ഇങ്ങനെ കുറേ കഥകള്. ഇതിൽ നല്ല പങ്കും അറിഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് നിങ്ങളും ഞാനും ചെയ്യുന്നത് വേണ്ടതിലല്ല നമ്മുടെ ശ്രദ്ധ ഇരിക്കുന്നത്, വേണ്ടാത്തതിലാണ്. ആ വേണ്ടാത്തതിൽ നമ്മുടെ ശ്രദ്ധ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കാഴ്ചകളില്ലാതെ പോയി. കാഴ്ചയും ഉൾക്കാഴ്ചയും രണ്ടാ. കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നറിയാമോ? നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണുന്നതാണ്. ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ കണ്ണുകൊണ്ട് കാണുന്നതിൽ പലതും എനിക്ക് വേണ്ടാത്തതാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഉൾക്കാഴ്ച ഉണ്ടാകുന്നത്. ഇന്നത്തെ ലോകത്തിന് പറ്റിയ കുഴപ്പം ഉൾക്കാഴ്ചയില്ലാതെ പോയി, കാഴ്ച ഒത്തിരി കൂടിപ്പോയി, അല്ലേ? അതുകൊണ്ടാണല്ലോ ചെറുപ്പക്കാര് മൊബൈലും കൊണ്ട് നടക്കുക, പെങ്കൊച്ചുങ്ങളുടെ പടം എടുക്കാൻ. കാഴ്ചയേ ഉള്ളൂ, ഉൾക്കാഴ്ചയില്ല. ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ മനസ്സിൽ ഇതിൻ്റെ ആവശ്യം എന്താ? മറ്റൊരു ആളിന്റെ സ്വകാര്യതയിലേക്ക് ഞാൻ എത്തി നോക്കേണ്ട കാര്യം എന്താണ്? ഞാനെന്തിനാ ഈ കൊച്ചിന്റെ ഫോട്ടോ എടുക്കുന്നത്? എൻ്റെ സഹോദരിയും എൻ്റെ അമ്മയും എൻ്റെ പ്രിയപ്പെട്ട അല്ലെ എൻ്റെ മകളുടെ പ്രായം അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ പടം ഞാനിതിനാ സ്വകാര്യത ലംഘിച്ചെടുക്കേണ്ടത്? ആവശ്യമില്ലെന്ന് പറയണമെങ്കിൽ ഉൾക്കാഴ്ച വേണം. ഇപ്പോഴത്തെ മനുഷ്യർക്ക് കാഴ്ചയുണ്ട്, ഉൾക്കാഴ്ചയില്ല. അകത്ത് വെളിച്ചമില്ല, അകത്ത് പ്രകാശമില്ല. അതുകൊണ്ട് വരുന്ന ദൂഷ്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്.
അവിടെ ദൈവത്തെ അറിയുന്ന മനുഷ്യരെങ്കിലും ഈ ഉൾക്കാഴ്ചയുള്ളവരായിട്ട് രൂപാന്തരപ്പെടണം. ആ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ തിന്മ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അനുതാപം എന്നുള്ളത്, പശ്ചാത്താപം എന്നുള്ളത് കുറച്ചുകൂടെ ഗൗരവമായിട്ട് എടുക്കണം. ഇന്ന് നമ്മൾ വായിക്കുന്ന ഒരു മാധ്യമങ്ങളിലും പാപത്തെക്കുറിച്ച് യാതൊരു വിധമായ ഉൾക്കാഴ്ചകളുമില്ല. പിന്നെ എന്തെങ്കിലും പാപ സ്വഭാവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വീക്ക്നെസ് ആണെന്ന് പറയും, ബലഹീനതയാന്ന് പറയും, അല്ലേ? മദ്യപിച്ച് കുടുംബം നഷ്ടപ്പെടുത്തുന്നവനെ കുറിച്ച്, ജീവിതം നഷ്ടപ്പെടുത്തിയാൽ ഭാര്യയ്ക്കും ഭാരമായി, കുഞ്ഞുങ്ങൾക്കും ഭാരമായി, ജീവിതം ഭാരമായി കഴിഞ്ഞാലും മറ്റുള്ള മനുഷ്യരും പറയുന്നത് എന്താ? നല്ല ചെറുപ്പക്കാരനാ, പിന്നെ ഒരു ബലഹീനതയുണ്ട്. അപ്പൊ എന്ത് തോന്നിവാസം എന്ന് കാണിച്ചാല് അതൊരു ബലഹീനതയാണ്. സ്വന്തം ഭാര്യയെ വിട്ട് വേറൊരു അനാശാസ്യ ബന്ധത്തിന് പോയാലും ചില ആൾക്കാർ വിശേഷിപ്പിക്കും, നല്ല ചെറുക്കനാ, കുടുംബത്തെയൊക്കെ നോക്കും, പിന്നെ ഒരു ബലഹീനതയുണ്ട് കേട്ടോ. മറ്റൊരിടപാടുള്ളത് ഒരു ബലഹീനതയാണ്. അപ്പൊ പാപത്തെ ഇന്ന് വളരെ ലൈറ്റായിട്ട് എടുത്തിരിക്കുക, വളരെ നിസാരവൽക്കരിച്ചിരിക്കുകയാണ്. ഏത് തിന്മയും അതൊരു ബലഹീനതയായിട്ട് മാറ്റി. അപ്പൊ ബലഹീനത വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ അതിനൊരു സൗജന്യം കൊടുക്കാവല്ലോ. ഒരു ബലഹീനത എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ പൊറുക്കാവുന്നതും ക്ഷമിക്കാവുന്നതുമാണ്, അതൊരു ബലഹീനതയാണല്ലോ. ഈ ബലഹീനത എന്നുള്ള വാക്ക്, ഫിസിക്കൽ ഡിസബിലിറ്റി എന്നുള്ളത് മനുഷ്യന്റെ പാപത്തെക്കുറിച്ച് ഔദാര്യം കൊടുക്കാൻ ഉപയോഗിച്ചതല്ല. ജന്മം കൊണ്ട് തന്നെ ചില മനുഷ്യർക്ക് ബലഹീനത ഉണ്ടായിട്ടുണ്ട്. മുടന്തുണ്ടായി കാണും, കണ്ണിന് കാഴ്ചയില്ലാതെ ജനിച്ചവർ കാണും. ഇങ്ങനെ ശാരീരികമായി ബലഹീനതയോടുകൂടെ ജനിക്കുന്നവരുണ്ട്. അവർക്ക് ചില സൗജന്യങ്ങൾ കൊടുക്കും ഡിസബിലിറ്റിയുടെ പേരിൽ, ബലഹീനതയുടെ പേരിൽ. പക്ഷെ ആ ബലഹീനതയുടെ പേരിൽ കൊടുക്കുന്ന സൗജന്യം പാപത്തിനൂടെ കൊടുത്തു തുടങ്ങിയാലോ? അതാണ് ഇന്നത്തെ ലോകത്തിന് പറ്റിയൊരു കുഴപ്പം. ഡിസബിലിറ്റി എന്നുള്ള വാക്ക് മനുഷ്യന്റെ കുറ്റം കൊണ്ടുണ്ടാകാത്ത കാര്യങ്ങൾക്കാണ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ചില കുട്ടികൾ ജന്മനാ തന്നെ ബുദ്ധിമാന്ദ്യമുള്ളവരായി ജനിച്ചു കാണും. ആ കുട്ടിയുടെ കുഴപ്പമല്ല, ആ കുട്ടിയുടെ സ്വന്തമായിട്ടുള്ള ഒരു വീഴ്ച കൊണ്ട് പറ്റിയതല്ല, ജന്മം കൊണ്ട് ആ കുട്ടിക്ക് കിട്ടിയ ബലഹീനതയാണ്. അപ്പൊ ജന്മം കൊണ്ട് ലഭിച്ച ബലഹീനതയ്ക്ക് ആ കുട്ടിയോട് സൗജന്യം കാണിക്കണം. പക്ഷേ മനുഷ്യൻ ബോധപൂർവം വരുത്തുന്നത് ബലഹീനയാണോ? അല്ല. അപ്പൊ ഇന്നത്തെ ലോകത്ത് പറ്റിയത് പാപത്തെ എല്ലാം ബലഹീനതയാക്കി മാറ്റി. അപ്പൊ ബലഹീനത മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ പശ്ചാത്താപം എന്നുള്ള വാക്കിന് അർത്ഥം ഉണ്ടാവുമോ? ഉണ്ടാകത്തില്ല. പശ്ചാത്താപവും അനുതാപവും എന്നുള്ള വാക്കുണ്ടാകണമെങ്കിൽ മനുഷ്യന്റെ ചിന്തയിലും ആലോചനയിലും പാപത്തെക്കുറിച്ച് ബോധ്യം വരണം. ബലഹീനതയെന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ അനുതാപം ഉണ്ടാകുകയില്ല, പാപബോധം ഉണ്ടാകുകയില്ല, മാനസാന്തരം ഉണ്ടാകുകയില്ല. അപ്പൊ ഇപ്പോഴത്തെ സമൂഹത്തിന് മാനസാന്തരം ഉണ്ടാകാത്തതിന്റെ കാരണം ഏത് തിന്മയും ബലഹീനതയായിട്ട് അങ്ങ് മാറ്റി. അപ്പൊ ബലഹീനത വന്നു കഴിഞ്ഞാൽ അവരോട് സഹതപിക്കുക, ആ ബലഹീനതയെ അംഗീകരിക്കുക, ആ ബലഹീനതയ്ക്ക് മാറ്റം വന്നില്ലെങ്കിൽ ആ മാറ്റമില്ലായ്മയായിട്ട് അവരെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ള സെക്യുലർ ലോകത്തിലെ ഒരു സമീപനം പാപത്തിന്റെ കാര്യത്തിലും അങ്ങ് ഉണ്ടായി. അതുകൊണ്ടാണ് പശ്ചാത്താപം, അനുതാപം തുടങ്ങിയ വാക്കുകൾക്ക് ഇന്ന് വലിയ പ്രസക്തി ഇല്ല. നമ്മൾ പാടുന്നുണ്ട്,
അജമോ മാടോ ചെങ്ങാലിയോ കുറുപ്രാവിൻ കുഞ്ഞുങ്ങളെയോ കാഴ്ചയതായി തർപ്പിക്കുന്നില്ല. ക്ഷമവോൻ തൻ ഭവനേ വന്ന പാപി സ്ത്രീ പോലിരുതുള്ളി കണ്ണീർ കണ്ടൻ മേൽ ദയ തോന്നണമേ. ഈ പാട്ട് നമുക്ക് ഇപ്പൊ പാടാൻ ഒക്കുന്ന ഒരു പാട്ടാണോ? അജമോ മാടോ ചെങ്ങാലിയോ കുറുപ്രാവിൻ കുഞ്ഞുങ്ങളെയോ എനിക്ക് അർപ്പിക്കാനില്ല. ഷെമോന്റെ ഭവനത്തിൽ വന്ന പാപി സ്ത്രീയെ പോലെ എനിക്ക് ഇരുതുള്ളി കണ്ണുനീര് അർപ്പിക്കാനുണ്ട്. പാപി സ്ത്രീ ഇരുതുള്ളി കണ്ണുനീർ അർപ്പിച്ചത് എന്തിനു വേണ്ടിയാ? അവൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള നേട്ടമുണ്ടാകാൻ വേണ്ടിയാണോ? അവളുടെ കുഞ്ഞിന് ജോലി കിട്ടാൻ വേണ്ടിയാണോ? അവളുടെ കൊച്ചിന്റെ നല്ല കല്യാണം നടക്കാൻ വേണ്ടിയാണോ? അവൾക്ക് നല്ല വീട് കിട്ടാൻ വേണ്ടിയാണോ? ലോകത്തിലെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണോ? ഈ പാപിയായ സ്ത്രീയുടെ, ഷെമോന്റെ ഭവനത്തിൽ വന്ന പാപി സ്ത്രീക്ക് കണ്ണുനീരുണ്ടായത് നമുക്കിന്നുണ്ടാകുന്ന കണ്ണുനീര് പോലാണോ? ആ കണ്ണുനീരും നമ്മുടെ കണ്ണുനീരും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ കണ്ണുനീര് നമ്മുടെ ദുഃഖങ്ങളെ ഓർത്തുള്ള കണ്ണുനീര്. ഷെമോന്റെ ഭവനത്തിൽ വന്ന സ്ത്രീയുടെ കണ്ണുനീര് അവളുടെ പാപത്തെ ഓർത്തുള്ള കണ്ണുനീര്. അപ്പൊ ഇവിടെ ഇരിക്കുന്നവർ വിചാരിക്കും ഞങ്ങൾ അതുപോലുള്ള പാപമൊന്നും ചെയ്യുന്നില്ല എന്ന്, അല്ലേ? പ്രത്യേകിച്ച് ഈ പത്രങ്ങൾ വായിക്കുമ്പോഴേ പാപം എന്ന് പറഞ്ഞാൽ ഇപ്പം വലിയ നിലയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ബലാത്സംഗം ചെയ്യുക, കൊലപാതകം ചെയ്യുക. അപ്പൊ ഇന്നത്തെ മാധ്യമങ്ങളാണ് നമ്മുടെയൊക്കെ മനസാക്ഷിയെ രൂപപ്പെടുത്തുന്നത്. അപ്പൊ അവരെല്ലാം ഇപ്പൊ പ്രൊജക്റ്റ് ചെയ്യുന്നത് ബലാത്സംഗ കഥകള്, പിന്നെ കൊലപാതക കഥകൾ. മോഷണ കഥകൾ പറഞ്ഞാൽ പോലും അതൊരു വലിയ പാപമായിട്ട് ഇപ്പൊ കാണുമെന്ന് തോന്നില്ല. ഈ ബണ്ടി ചോറിൻ്റെത് പത്രത്തിലൊക്കെ വായിച്ചു കഴിഞ്ഞപ്പം ചില മനുഷ്യർ പറഞ്ഞതെന്നറിയാവോ? മിടുക്കന്, അവനൊരു സമ്മാനം കൊടുക്കണം. അവൻ ഇത്രയും കഴിവുണ്ടായിരുന്നല്ലോ, ഈ മനുഷ്യൻ വലിയ കൊട്ടാരം പണിത് അവിടെ വലിയ ക്യാമറയും വെച്ച് വലിയ പട്ടിയെ ഒക്കെ നിയോഗിച്ച് ഇത്രയും വലിയ സന്നാഹം നടത്തിയിട്ടും ഇതെല്ലാം അവൻ ലംഘിച്ച് അകത്ത് കയറി അവൻ അവിടെ വന്ന് ഇത്രയും പണിയൊക്കെ കാണിച്ചപ്പോഴേ അവൻ മിടുക്കനാ, അവനൊരു സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞവര് പലരുണ്ട്. കാരണം അവനെ പോലും വലിയ കുഴപ്പക്കാരനായിട്ട് കാണത്തില്ല. കാര്യം അവൻ ബലാത്സംഗവും ചെയ്തില്ല, കൊലപാതകവും ചെയ്തില്ല. അപ്പം ബണ്ടി ചോറ് പോലും ഇപ്പോഴേ വലിയ കുഴപ്പക്കാരനൊന്നുമല്ല, ബലാത്സംഗവും കൊലപാതകവും നടത്താച്ചുകൊണ്ട്. അവൻ മിടുക്കനാണ്, അവനെ കണ്ടുപിടിക്കണമെന്ന് പോലും ചിലർക്ക് തോന്നുന്നുണ്ട്. അപ്പോ ഈ സമൂഹം സൃഷ്ടിക്കുന്ന മനസാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ നമ്മുടെ സമൂഹം സൃഷ്ടിക്കുന്ന മനസാക്ഷി പാപമെന്ന് പറഞ്ഞാൽ ബലാത്സംഗത്തിലും കൊലപാതകത്തിലും നിൽക്കുക. അത് രണ്ടുമില്ലെങ്കിൽ ആരും പാപികളൊന്നും അല്ല കേട്ടോ. ബണ്ടി ചോറിനെ പോലെ മോഷണം നടത്തുന്നത് പോലും പാവമൊന്നും അല്ല, നല്ല മിടുക്കനവൻ, അവൻ നല്ല കഴിവുള്ളവനാ. അതിന്റെ കൂടെ ചില ആൾക്കാർ പറയുകയും ചെയ്തു, പാവപ്പെട്ടവന്റെ ഒന്നും അല്ലല്ലോ കൊണ്ടുപോയത്, സൗകര്യമുള്ളവന്റെ അല്ലേ കൊണ്ടുപോട്ടെന്ന്. ഇയാള് വലിയ ഗേറ്റും ഒക്കെ പണിത്, വലിയ കൊട്ടാരമൊക്കെ പണിത്, ഗേറ്റും ഒക്കെ വെച്ച് ക്യാമറയും ഒക്കെ വെച്ചതിന്റെ കാര്യം എന്തുവാ? അതുപോലെ സ്വത്തുണ്ടായിട്ടില്ലയോ? അതുപോലെ സ്വത്ത് കൂട്ടി വെക്കുന്നവരുടെ അടിച്ചോട്ട് പോട്ടെന്ന്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരും ഈ സമൂഹത്തിൽ നല്ല പങ്കുണ്ട്. അപ്പൊ ബണ്ടി ചോറും കുഴപ്പക്കാരനൊന്നും അല്ല. അപ്പോൾ എവിടെ പിന്നെ അനുതാപം ഉണ്ടാകാനാ? ആർക്ക് പശ്ചാത്താപം ഉണ്ടാകാനാ? ഇനി ആർക്കെങ്കിലും പശ്ചാത്താപം ഉണ്ടാകണമെങ്കിൽ ബലാത്സംഗം ചെയ്യണം, കൊലപാതകം ചെയ്യണം. ഇത് രണ്ടുമില്ലെങ്കിൽ ആർക്കും പശ്ചാത്താപം ഉണ്ടാകുകയില്ല. ഇവിടെയാണ് പശ്ചാത്താപം ഉണ്ടാകാൻ ഞാൻ ചില വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കാം. അത് വെച്ചുകൊണ്ട് ഓരോരുത്തരും അല്പസമയം ഒന്ന് ധ്യാനിക്കുക.
എനിക്ക് പശ്ചാത്തപിക്കാൻ വല്ലതും ഉണ്ടോ എന്ന്. പരിശുദ്ധനായ പൗലോസ്ലീഹ തീമോത്തിയോസിന് എഴുതുന്ന ലേഖനം, 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴേ അവിടെ കാണുന്ന ചില കാര്യങ്ങൾ, അത് മുഴുവനായിട്ട് പറയാൻ സമയത്തിൻ്റെ പരിമിതി അനുവദിക്കുന്നില്ല. ഞാനൊന്ന് വായിച്ചു പോയിട്ട് അതിലെ ചില 1-2 കാര്യങ്ങളൊന്ന് എടുത്തു പറയാം. ഇത് വെച്ചുകൊണ്ട് വേണം ഓരോരുത്തരും ആലോചിക്കേണ്ടത്, എനിക്ക് പശ്ചാത്തപിക്കേണ്ട വിഷയമുണ്ടോ, അനുദപിക്കേണ്ട വിഷയമുണ്ടോ എന്ന്. തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളുകളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. പൗലോസ്ലീഹയുടെ ഏറ്റവും അവസാനത്തെ ലേഖനമാണ് തീമോത്തിയോസിന് എഴുതുന്ന 2-ാമത്തെ ലേഖനം. അത് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. കാരണം ആ 2-ാമത്തെ ലേഖനത്തിലാണ്, തീമോത്തിയോസിന്റെ 2-ാമത്തെ ലേഖനത്തിലാണ് പൗലോസ്ലീഹയുടെ അവസാനത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത്. 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ, എൻ്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും തന്നെ എന്ന് പറയുന്ന ഭാഗം ഈ തീമോത്തിയോസിന്റെ 2-ാമത്തെ ലേഖനത്തിലാണ്. അതുകൊണ്ട് പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ അവസാനത്തെ ലേഖനമായിട്ട് ഈ ലേഖനത്തെ കാണുകയാണ്. അതിന്റെ 3-ാം അധ്യായത്തിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. അന്ത്യകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുഗാന്ത്യകാലം എന്ന് പറഞ്ഞാൽ കർത്താവ് വരുന്ന സമയത്തിന്റെ തൊട്ട് മുമ്പുള്ള സമയം എന്നുള്ള അർത്ഥത്തിലല്ല. യേശുക്രിസ്തുവിന്റെ 1-ാമത്തെ വരവിനും 2-ാമത്തെ വരവിനും ഇടയ്ക്ക് ജീവിക്കുന്ന നമ്മളെല്ലാവരും അന്ത്യകാലത്തിലാണ്. കാരണം നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുചൊല്ലുന്നതാണ്, നിന്റെ 2-ാമത്തെ എഴുന്നള്ളിപ്പിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അപ്പൊ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏത് സമയത്തും കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്ന പ്രത്യാശയുടെ സമൂഹമാണ് നമ്മൾ. അങ്ങനെ നോക്കി പാർക്കുന്ന നമ്മളെല്ലാവരും യുഗാന്ത്യകാലത്ത് ജീവിക്കുന്നവരാ. അപ്പൊ യുഗാന്ത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില മനുഷ്യർ ഏതെങ്കിലും ഒരു ഡേറ്റ് പ്രഖ്യാപിച്ച് അന്ന് കർത്താവ് വരും എന്നുള്ള അർത്ഥത്തിലല്ല നമ്മുടെ സഭ മനസ്സിലാക്കുന്നത്. നമ്മുടെ സഭ മനസ്സിലാക്കുന്നത് നമ്മളെല്ലാവരും യുഗാന്ത്യത്തിലാണ്. കാരണം കർത്താവിന്റെ 2-ാമത്തെ വരവിനായി നോക്കി പാർക്കുന്നവരാണ്. അപ്പോൾ ഈ കാലത്ത് സംഭവിക്കാവുന്ന തിന്മകളുടെ ഒരു പട്ടികയാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. ഇത് ഓരോരുത്തരും ഇത് വീട്ടിൽ പോയിച്ച് ഓരോരുത്തരൊന്നും വായിക്കുന്ന കൊള്ളാം. ഇതെന്നിട്ട് ഓരോന്നും വായിച്ചിട്ട് ഇത് എന്നോട് വല്ലതും പറയുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചോദിച്ചാൽ നമുക്ക് അനുദപിക്കാനുള്ള അനേക വിഷയങ്ങൾ അവിടെ ഉണ്ട്. ഓരോന്നും എടുത്ത് ചോദിക്കണം. ആദ്യം പറഞ്ഞിരിക്കുന്നതാണ് മനുഷ്യർ സ്വസ്നേഹികളാകുമെന്ന്. സ്വസ്നേഹം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാമല്ലോ, സ്വയം സ്നേഹിക്കുക, സ്വയത്തെ സ്നേഹിക്കുക, അവനവനെ മാത്രം സ്നേഹിക്കുക. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ വാക്ക് ആദ്യം ഉപയോഗിച്ചത് മനഃശാസ്ത്രത്തില്, വേദപുസ്തകത്തിൽ ഈ വാക്യമുണ്ട്. ഈ മനഃശാസ്ത്രം പഠിക്കുമ്പോഴേ മനഃശാസ്ത്രത്തിൽ ഫ്രോയിഡ് എന്ന് പറഞ്ഞൊരു മനഃശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹം ഈ ചെറുപ്പക്കാർക്ക് പിള്ളേർക്കുണ്ടാകുന്ന ഒരു അസുഖമായിട്ടാണ്, അപക്വമായ ഒരു കാര്യമായിട്ടാണ് ഈ സ്വസ്നേഹത്തെ ഈ ഫ്രോയിഡ് കണ്ടത്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാർ പിള്ളേർ ആണും പെണ്ണും ഒക്കെ ഒരു 12, 13, 14 വയസ്സൊക്കെ ആവുമ്പോൾ, അത് പഴയ കണക്കാണ്. ഇപ്പോഴൊക്കെ 7, 8, 9 വയസ്സാകുമ്പോഴേ പിള്ളേർക്ക് ഈ മാറ്റം വരുന്നുണ്ട്. ഈ 12, 13, 14 വയസ്സാകുമ്പോഴേ ഈ പിള്ളേര് അവരവരെ ശ്രദ്ധിച്ചു തുടങ്ങും. അന്നേരം മുതലാണ് പിള്ളേർ അവരുടെ സൗന്ദര്യത്തെ അവർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. ബട്ട് അത് പഴയ കണക്കാണ്. ഇപ്പം 7 വയസ്സാകുമ്പോഴേ പിള്ളേർ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കാൻ തുടങ്ങും. പണ്ടങ്ങനെ അല്ലായിരുന്നു. ഒരു 12, 13 വയസ്സൊക്കെ കഴിയണം. അന്നേരം മുതലായി കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നിച്ച് തിരിഞ്ഞു മറിഞ്ഞു നോക്കും, എങ്ങനെയുണ്ട്, എന്നെ കണ്ടാൽ കൊള്ളാവോ? ആ പിള്ളേർ മനസ്സിലിങ്ങനെ ആലോചിക്കും, എന്നെ കണ്ടാൽ പെങ്കൊച്ചുങ്ങൾ വല്ലതും നോക്കുവോ? പെങ്കൊച്ചുങ്ങൾ മനസ്സിൽ ആലോചിക്കും, ചെറുക്കന്മാർ വല്ലതും നോക്കുവോ? അപ്പൊ ഇങ്ങനെ പിള്ളേർക്ക് മാറ്റം വരുന്ന ഒരു കാലമാണ്. അപ്പൊ അവരുടെ ഏറ്റവും വലിയ ആശങ്ക അവരുടെ സൗന്ദര്യത്തെ അവര് തന്നെ സ്നേഹിക്കാൻ തുടങ്ങും, ഇല്ലെങ്കിൽ വെറുക്കാൻ തുടങ്ങും. രണ്ടും ഉണ്ടാകാം കേട്ടോ. ചിലര് സ്നേഹിക്കും, ചിലര് വെറുക്കും. രണ്ടും കുഴപ്പമാ. ഈ സ്നേഹിക്കുന്നവർക്ക് അങ്ങ് ഭയങ്കര സ്നേഹം ഉണ്ടാകും, വെറുക്കുന്നവർക്ക് അവരവരോട് തന്നെ വെറുപ്പ് തോന്നും. അങ്ങനെയും ചില പിള്ളേർക്കുണ്ടാവുമല്ലോ. ചില ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ ഒരു പ്രായമാവുമ്പോഴേ കണ്ണാടി നോക്കുമ്പോൾ ചില പെൺപിള്ളേർക്ക് തോന്നും നിറം പോരാ, ഓ എൻ്റെ നിറം ഇരുണ്ടതാ, അല്ലേ കറുത്തതാ. മോശമാണെന്നാ ചിലരുടെ വിചാരം ഈ കറുപ്പ് നിറമൊക്കെ. അപ്പോൾ നമുക്ക് ഈ സായിപ്പിനോടാണല്ലോ താല്പര്യം. അതുകൊണ്ട് നിറത്തെക്കുറിച്ച് ഇയാൾക്ക് വളരെ അധികമായ ഒരു അപകർഷത തോന്നും. വേറെ ചിലർക്ക് തോന്നും, ഓ കവിള് ഒട്ടിയിരിക്കുക, ഇച്ചിരൂടെ വീർത്ത കവിള് വേണമായിരുന്നു. ചിലർക്ക് തോന്നും ശരീരം മെലിഞ്ഞിരിക്കുക. മുഖം കണ്ടാൽ വലിയ കുഴപ്പമില്ല, പക്ഷേ ശരീരം മെലിഞ്ഞതാണ്. അപ്പൊ അവരവർക്ക് തന്നെ മോശമാണെന്ന് തോന്നുന്ന കുറച്ചു പേരുണ്ട്. അവരും വലിയ ദോഷമുള്ളതാ കേട്ടോ. അവരവരുടെ ശരീരത്തെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കുക. വേറെ ചില മനുഷ്യര് അവരുടെ ശരീരത്തെ അതിരുകവിഞ്ഞ് സ്നേഹിക്കും. അതിന് ഫ്രോയിഡ് കൊടുത്ത പേരാണ് നാർസിസം എന്ന് പറയും. നാർസിസം എന്ന് പറഞ്ഞ ഒരു രാജകുമാരനുണ്ടായിരുന്നു. ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ ജീവിച്ച ഒരാളാണ്. അങ്ങനെ ഇതിഹാസങ്ങൾ കാണുന്ന ഒരു കഥാപാത്രം ഉണ്ടോ ഇല്ലയോന്നറിയാൻ വയ്യ, പക്ഷെ അതിലും നല്ലൊരു സത്യം ഫ്രോയിഡ് പഠിപ്പിച്ചു. ഈ നാർസിസ് രാജകുമാരൻ കാണാൻ നല്ല സുന്ദരനായിരുന്നു. ഈ സുന്ദരനായ രാജകുമാരൻ തൻ്റെ സൗന്ദര്യം കാണാൻ അന്ന് കണ്ണാടിയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ആ കാലത്തുള്ളത് ഏക മാർഗം നദി ചെന്ന് വെള്ളത്തിൽ നോക്കുക. ആ വെള്ളത്തിൽ നോക്കുമ്പോഴാണ് ആ വെള്ളത്തിൽ കൂടെ പ്രതിച്ഛായ കണ്ട് സൗന്ദര്യം ആസ്വദിക്കാം. അപ്പൊ ഈ ചെറുപ്പക്കാരന് വെള്ളത്തിൽ പോയി നിന്നിട്ട് നല്ല ശുദ്ധജലമാണ്, തൻ്റെ മുഖം ഇങ്ങനെ നോക്കി, ആ മുഖം ഇങ്ങനെ നോക്കി ആസ്വദിച്ച് അയാൾ അങ്ങനെ അനേക സമയം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി വെള്ളത്തിൽ നോക്കി തൻ്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കും. അങ്ങനെ ഇരിക്കുമ്പോഴേ ഒരു ദിവസം ഇയാൾ വെള്ളത്തിൽ പോയി നോക്കി നിന്നിട്ട് അയാൾക്കങ്ങ് ഭയങ്കര സ്നേഹം അയാളുടെ ആ സൗന്ദര്യത്തോടെ. അത് നമുക്ക് ചിലപ്പോൾ ചില പിള്ളേർക്കും ഉണ്ടാവുമല്ലോ. പള്ളിക്കൂടത്തിൽ പോകേണ്ട സമയമായെങ്കിലും കോളേജിൽ പോകേണ്ട സമയമായെങ്കിലും കണ്ണാടിയിൽ അവർ നോക്കി, ഓ എന്തോ രസമായിരിക്കും നോക്കി നോക്കി അങ്ങ് നിൽക്കും കേട്ടോ. അത് ആ പ്രായത്തില് അമ്മമാരൊക്കെ വണ്ടി വരാറായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കൊച്ച് ആ നോട്ടം, അതിൻ്റെ സൗന്ദര്യം അങ്ങോട്ട് ആസ്വദിച്ച് തീരത്തില്ല. അങ്ങനെ ചിലപ്പോൾ ഉണ്ടാകാം പിള്ളേർക്ക്, ചെറുപ്പക്കാർക്ക് പിള്ളേർക്ക്. ഈ നാർസിസ് രാജകുമാരനും ഇതുപോലെ അങ്ങ് ആസ്വദിച്ച് അങ്ങ് നോക്കി നിന്ന് ഒടുവില് ഇയാൾ ബോധം കെട്ട വെള്ളത്തിൽ വീണ് വെള്ളം കുടിച്ച് ചത്തുപോയി. അപ്പോൾ ഫ്രോയിഡ് അതിൽ നിന്ന് കണ്ടുപിടിച്ചത് ചെറുപ്പക്കാർക്കുണ്ടാകാവുന്ന ഒരു മാനസികമായ അസ്വസ്ഥതയാണ്, അല്ലെങ്കിൽ അപക്വമായ ഒരു പെരുമാറ്റമാണ് സ്വയത്തെ അധികം അങ്ങ് സ്നേഹിക്കുക. അപ്പൊ സ്വയത്തെ സ്നേഹിക്കുന്നത് ശരീരത്തെയാ സ്നേഹിക്കുന്നത്. ശരീരത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക കേട്ടോ. ഇത് ഫ്രോയിഡ് പോലും പറഞ്ഞത് നാശമുണ്ടാക്കുന്ന, മനുഷ്യന് നാശമാകാവുന്ന ഒരു പ്രതിഭാസമെന്നാണ് ഫ്രോയിഡ് പോലും പറഞ്ഞത്. ഫ്രോയിഡ് വലിയ
ദൈവവിശ്വാസിയും ഒന്നുമല്ല. എങ്കിൽ പോലും ഫ്രോയിഡ് പറഞ്ഞു, മനുഷ്യർക്ക്, ചെറുപ്പക്കാർക്ക് ആ പ്രായത്തിലുണ്ടാകാവുന്ന സ്വസ്നേഹം അത് ഇമ്മച്വറാണ്, ആരോഗ്യകരമല്ല. ഈ നാർസിസ്റ്റ് രാജകുമാരൻ മരിച്ചതുപോലെ സ്വയം നാശം ഉണ്ടാക്കാൻ ഇടയാക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നത്തെ ലോകത്തില് അതൊരു നല്ല കാര്യമായിട്ടാണ് എല്ലാവരും എടുക്കുന്നത്, അല്ലേ? ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ചെറുപ്പക്കാർക്ക് മാത്രമല്ല, പ്രായമുള്ളവർക്ക് പോലും ഈ സ്വശരീരത്തോടും സ്വയത്തോടും അങ്ങ് ഭയങ്കര സ്നേഹം കൂടിയിരിക്കുക. ഈ വസ്ത്രങ്ങളോടും ആഭരണത്തോടും മനുഷ്യനെ സ്നേഹം കൂടി എന്തുകൊണ്ടാ? ശരീരത്തെ മനുഷ്യൻ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. സ്വന്തം ശരീരത്തോട് കൂടുതൽ ഇഷ്ടം തോന്നിയതുകൊണ്ടാണല്ലോ അതെത്രയും സൗന്ദര്യപ്രദമാക്കാൻ വിലയേറിയ വസ്ത്രം ധരിക്കുക എന്നുള്ള ആഗ്രഹം വന്നത്. സ്വന്തം ശരീരം ആകർഷണീയമാക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ വിലയേറിയ ആഭരണം ധരിക്കണം എന്നുള്ള ആഗ്രഹം വരുന്നത്. സ്വന്തം ശരീരം ഏറ്റവും മെച്ചമാക്കണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടാണല്ലോ കൂടെ കൂടെ ബ്യൂട്ടി പാർലറിൽ പോകുന്നത്, അല്ലേ? അപ്പൊ സ്വന്തം ശരീരത്തോട് ആവശ്യത്തിൽ കവിഞ്ഞ ഒരു ആഭിമുഖ്യം ഇന്നത്തെ തലമുറയിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ദുലേഖയും ധാത്രിയും ഒക്കെ വിറ്റഴിക്കപ്പെടുന്നത്, അല്ലേ? സ്വന്തം ശരീരത്തോട്. ഇടക്കാലത്തൊരു ഫാഷൻ ഉണ്ടായിരുന്നു, ഈ സ്ത്രീകൾ മുടി മുറിച്ചു കളയാന്നുള്ളത്. ഇപ്പൊ അതങ്ങ് നിർത്തി. എന്താണെന്നറിയാൻ വയ്യ. ഇപ്പൊ വീണ്ടും പഴയ സൗന്ദര്യബോധത്തിലോട്ട് തിരിച്ചു വരിക. ഇപ്പൊ ആരും മുടി മുറിച്ചു കളയുന്നില്ല. കാരണം ഈ കച്ചവടക്കാര് മനുഷ്യരുടെ സൗന്ദര്യബോധത്തെ മാറ്റി. ഈ കൂടെ കൂടെ പരസ്യം കൊടുത്ത് ഇന്നത്തെ സ്ത്രീകളെ പഠിപ്പിച്ചു, മുടി മുറിക്കുന്നതല്ല സൗന്ദര്യം, മുടി എത്രയും കൂടുതൽ നീട്ടി വളർത്തണം, അതിന് നല്ല കറുപ്പ് നിറം ഉണ്ടാകണം, ഉള്ളുണ്ടാകണം, നീളം ഉണ്ടാകണം. അതിന് ധാത്രിയുണ്ട്, ഇന്ദുലേഖയുണ്ട്, ചന്ദ്രലേഖയുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. അപ്പൊ സൗന്ദര്യ സങ്കല്പങ്ങൾ പോലും മാറ്റിയെടുക്കും. ആരാ? കോർപ്പറേറ്റ്സ്, വലിയ ബിസിനസ് ഗ്രൂപ്പുകളാണ് മനുഷ്യരുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ പോലും മാറ്റിയെടുത്ത് ഈ സാധനങ്ങൾ അങ്ങോട്ട് വിറ്റഴിക്കപ്പെടാനായിട്ട് വിപണിയിൽ ഇറക്കും. മനുഷ്യരെല്ലാം ഇതിന്റെ പുറകെ പോവും. അതിന്റെ പുറകിലുള്ള തത്വം എന്താ? മനുഷ്യർ സ്വസ്നേഹികളാണ്. അവരവരുടെ സൗന്ദര്യം, അവരവരുടെ ശരീരം വളരെ കൂടുതൽ പ്രാധാന്യത്തോടെ, ആ ശരീരത്തിന് പ്രാധാന്യമുണ്ട് കേട്ടോ, ഏത് വിധത്തിൽ? ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. നിന്റെ ശരീരം ദൈവം വസിക്കുന്ന മന്ദിരമാണ്. ആ ദൈവം വസിക്കുന്ന മന്ദിരമാണെന്നുള്ള നിലയിൽ ഈ ശരീരത്തെ അലങ്കരിക്കാനല്ല ഇന്ന് നിങ്ങളും ഞാനും പാടുപെടുന്നത്. ഇന്ന് നിങ്ങളും ഞാനും പാടുപെടുന്നത് ഇത് മനുഷ്യരെ ആകർഷിക്കാനുള്ളതെന്നായിട്ട് നമ്മുടെ ശരീരങ്ങളെ മാറ്റാനായിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ചിലപ്പോഴേ ഞങ്ങളുടെ കൂട്ടത്തിലും ചില മനുഷ്യര് ഇത് വെളുക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ. അത് ഞങ്ങളുടെ വർഗത്തിൽ പോലും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കാര്യം ഇത് വെളുത്തു പോയി കഴിഞ്ഞാല് ജനങ്ങൾ വന്നു പറയൂ, എങ്ങനെ ഇരുന്ന അച്ഛനാ, എന്തോ കറുത്തതായിരുന്നു, ഇപ്പൊ അങ്ങ് പോയല്ലോ എന്ന് പറയുന്ന മനുഷ്യരുണ്ട്. അപ്പൊ ആ മനുഷ്യരുടെ മുമ്പില് അങ്ങനെ അങ്ങോട്ട് ചെറുതാകപ്പെടുന്നതിന് പകരം, അത് ചെറുതാകലാണോ എന്ന് എനിക്കറിയാൻ വയ്യ, ചെറുതാകലൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ചില ആൾക്കാർക്ക് തോന്നും അങ്ങനെ നമ്മൾ മാറണ്ട, ജനം ഇങ്ങനെ നമ്മുടെ കറുത്ത ആ താടിയിലാണ് അവര് ആകർഷിക്കപ്പെട്ടിരുന്നത്, അതുകൊണ്ട് അത് അതുപോലെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇവനെ അങ്ങ് കറുപ്പിക്കും കേട്ടോ. ചില എന്നോടും പറഞ്ഞിട്ടുണ്ട് കറുപ്പിക്കണമെന്ന്, പക്ഷെ ഇപ്പം പറയുന്നില്ല. അപ്പോ ഈ ലോകത്തിന് വന്ന മാറ്റമാണ്. ലോകം അവനവന്റെ ശരീരത്തെ എത്രയും മെച്ചമാക്കി പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇത് സ്വസ്നേഹത്തിന്റെ അടയാളമാണ്.
ഈയിടെ ഈ കഴിഞ്ഞ മാസത്തിലെ മലങ്കര സഭയിലെ അന്തോന്യോസ് തിരുമേനിയുടെ മുഖവഴി ഉണ്ടല്ലോ, നിങ്ങൾ ചെല്ലും വായിച്ചു കാണുമല്ലോ. ആ മുഖവഴിക്കകത്തിൽ തിരുമേനി കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം മാസം എഴുതും. ഈ പ്രാവശ്യം ഇതിനകത്തൊരു കാര്യമുണ്ട്. ഒരു പെങ്കൊച്ച് സ്കൂളിൽ പോയി, അതിന് ചില ദിവസമുണ്ടല്ലോ യൂണിഫോം അല്ലാത്ത വസ്ത്രം ധരിക്കാവുന്ന ദിവസമുണ്ട്. യൂണിഫോം ഉള്ള ദിവസം വലിയ കുഴപ്പമില്ല. ചില ദിവസം യൂണിഫോം വേണ്ട, ചില സ്കൂളിലൊക്കെ ഉണ്ട് ഒരു ദിവസം യൂണിഫോം ഇല്ലാത്ത ദിവസം. അപ്പം ഇഷ്ടമുള്ള രീതിയിലുള്ള വസ്ത്രമൊക്കെ ധരിച്ചു വരും. അപ്പൊ ഈ വസ്ത്രം വളരെ കൂടുതലുണ്ടെങ്കിലും ചിലപ്പോൾ ധരിക്കുന്നത് കുറവാണ്. അങ്ങനെ ഒരു പഴയ കാലത്ത് വസ്ത്രം കുറവായിരുന്നു, കൂടുതൽ ധരിക്കുമായിരുന്നു. ഇന്ന് വസ്ത്രം കൂടുതലാണ്, ധരിക്കുന്നത് കുറവാണ്. അപ്പൊ ആ രീതിയിലാണ് മാറ്റം വന്നേക്കുന്നത്. അപ്പൊ ഈ കൊച്ചിന്റെ ആ വൃത്തികേട് കണ്ടിട്ട് ഈ കൊച്ചു പറഞ്ഞു, വീട്ടിൽ പോയി അമ്മയെ വിളിച്ചോണ്ട് വാ. പ്രിൻസിപ്പൽ പറഞ്ഞു വിട്ടു. ആ പെൺകൊച്ചിനെ ആ വസ്ത്രധാരണം അത്ര ഭംഗിയല്ലായിരുന്നു. അമ്മയെ വിളിച്ചോണ്ട് വന്നു. അമ്മയെ വിളിച്ചോണ്ട് വന്നപ്പോൾ പ്രിൻസിപ്പൽ ആ പാടെ ചമ്മിപ്പോയി. അമ്മയ്ക്ക് കൊച്ചിന്റെ പകുതി വസ്ത്രമേ ഉള്ളൂ. കൊച്ചിന് അരവസ്ത്രമെങ്കിലും ഉണ്ട്, അമ്മയ്ക്ക് കാലേ ഉള്ളൂ. അപ്പോ ഇങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ നമ്മുടെ ആന്തരിക സൗന്ദര്യത്തെ മെച്ചപ്പെടുത്താനല്ല നമ്മൾ വളരെയേറെ ഇന്ന് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ബാഹ്യ സൗന്ദര്യത്തെ മെച്ചപ്പെടുത്താനായിട്ടാണ്. ഇവിടെയാണ് നമ്മുടെ പാപമൊക്കെ കിടക്കുന്നത്. നമ്മൾ ലോകത്തിലെ ഭൗതിക വസ്തുക്കളോട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയമുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ആന്തരിക സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നമുക്ക് താല്പര്യമില്ല. നമ്മളെല്ലാവരും നമ്മുടെ ബാഹ്യ വസ്ത്രങ്ങളെ, ബാഹ്യ സൗന്ദര്യത്തെ എത്രയും മെച്ചമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതുകൊണ്ട് പരുമലപ്പള്ളി ഇരുന്നുകൊണ്ട് പറയുന്നത് എവിടെയെല്ലാം പലയിടത്തും കേൾക്കുമായിരിക്കും, എന്നാലും പറയാതിരിക്കാൻ വയ്യ. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകള് ഒരു 19 വയസ്സ് കഴിഞ്ഞാലെങ്കിലും ഈ പാർലറിലൊക്കെ പിന്നെ പോകേണ്ട കാര്യമുണ്ടോ? കൊച്ചു പിള്ളേരൊക്കെ പിന്നെ പോയിട്ട് അവിടെ ഒരു പ്രായമാണെന്ന് പറയാം. ഇത് 60-70 വയസ്സ് കഴിഞ്ഞാൽ അവർക്കും പോകണം. അവർക്കും ചെറുപ്പക്കാരേക്കാൾ ചെറുപ്പക്കാരായിട്ട് നടക്കണം. ഈ പ്രായത്തിൽ മനുഷ്യന്റെ ബാഹ്യ സൗന്ദര്യം ഇച്ചിരി വെച്ചമാണെന്ന് ആഗ്രഹിക്കുന്ന ഒരു യൗവന പ്രായമുണ്ട്. ആ പ്രായം കഴിഞ്ഞാൽ മനുഷ്യർക്ക് അതിൻ്റെതായ ഒരു പക്വതയൊക്കെ വരണ്ടായോ? ഇരിപ്പിലും നോട്ടത്തിലും ഇടപെടലിലും ഒക്കെ പ്രായത്തിന്റെ പക്വത വരണ്ടായോ? മാതാപിതാക്കൾക്കും ആ പക്വതയില്ല, പിന്നെ പിള്ളേർക്ക് എങ്ങനെ പക്വത ഉണ്ടാവുന്നേ? അതുകൊണ്ട് സ്വസ്നേഹികളെന്ന് പറയുന്നതിന് വലിയ അർത്ഥമുണ്ട്. സ്വന്തം ശരീരത്തെ സ്നേഹിക്കുകയും സ്വയത്തെ പ്രകടിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ആത്മീയ സൗന്ദര്യത്തെക്കാൾ ബാഹ്യ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഈ തലമുറ അങ്ങനെയാ. ഈ മാധ്യമങ്ങളും പത്രങ്ങളും എല്ലാം ചെയ്യുന്നത് മനുഷ്യരെ സ്വന്തം ശരീരങ്ങളെ സ്നേഹിക്കുന്നവരാക്കുക. കാര്യം സാധനം വിറ്റഴിക്കണമെങ്കിൽ മനുഷ്യർ അങ്ങനെ ആയെങ്കിലേ പറ്റത്തുള്ളൂ. ആത്മീയ സൗന്ദര്യമാണ് ഉണ്ടാകേണ്ടത്. ആത്മീയ സൗന്ദര്യം മനുഷ്യന്റെ ജീവിത വിശുദ്ധിയിലായിരിക്കുന്നു കേട്ടോ. ഒരുത്തൻ കണ്ണാടിയിൽ നോക്കി നോക്കി തന്റെ സൗന്ദര്യത്തെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ശരിക്ക് സൗന്ദര്യം നഷ്ടപ്പെട്ടു പോവുക. അതുകൊണ്ടാണല്ലോ ക്രിസ്തോസ്റ്റം തിരുമേനി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. മാർത്തോമാ സഭയിലെ ക്രിസ്തോസ്റ്റം തിരുമേനി കല്യാണം നടത്തി കഴിഞ്ഞേച്ച് ഒരിക്കല് അദ്ദേഹം കല്യാണം നടത്തിയിച്ച് ആ വധുവിനെ മുൻനിർത്തിയിച്ച് ഭർത്താവിനോട് പറഞ്ഞു, ഈ മോളെ എനിക്ക് പണ്ട് മുതലേ അറിയാവുന്ന, കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ എനിക്ക് അവളെ അറിയാം, നല്ല സൗന്ദര്യമുള്ളൊരു കൊച്ച, ഇന്നത്തെ വൃത്തികേടല്ല കേട്ടോ, ഇന്ന് ഇച്ചിരി വൃത്തികേടായിപ്പോയി, പക്ഷേ ഇതല്ലെങ്കിലുണ്ടല്ലോ ഈ കൊച്ചു നല്ല സൗന്ദര്യമുള്ള കൊച്ച. അപ്പോൾ സത്യം പറഞ്ഞാൽ സംഭവിക്കുന്ന അതാ, വൃത്തി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴേ കൂടുതൽ വൃത്തികേടാവുക. പക്ഷെ ഇന്നത്തെ മനുഷ്യർക്ക് ആ വൃത്തികേടാ ഇഷ്ടം. വൃത്തി ഉണ്ടാക്കാൻ ശ്രമിച്ച് മനുഷ്യർ വൃത്തികേടാകുന്നതിനെ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമായി നിങ്ങൾ ഞാനും മാറിയിരിക്കുക. തിരുമേനി പറഞ്ഞതിനകത്ത് വലിയ അർത്ഥമുണ്ട്. ശരിയാ,
ചില കുഞ്ഞുങ്ങളുടെ അവിടെ ശാലീന സൗന്ദര്യം എല്ലാം നഷ്ടപ്പെടുത്തിയാണ് നമ്മൾ പ്രദർശന സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കുന്നത്. അത് സൗന്ദര്യമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുക കേട്ടോ. പക്ഷേ നമ്മൾ ഓർക്കണം, മദർ തെരേസയുടെ മുഖത്തോട്ടൊന്ന് നോക്കുക. അവിടെ നമ്മൾ പറയുന്ന പാർലറുകാരുണ്ടാക്കുന്ന സൗന്ദര്യം അവിടെ ഇല്ല. പക്ഷേ അവിടെ ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യമാണ് ക്രിസ്തീയ വിശ്വാസി ലക്ഷ്യം വെക്കേണ്ടത്. ഹൃദയത്തിന്റെ നൈർമല്യത്തിന്റെയും നന്മയുടെയും ദയയുടെയും കാരുണ്യത്തിന്റെയും വിശുദ്ധിയുടെയും സഹാനുഭൂതിയുടെയും ത്യാഗത്തിന്റെയും ഒക്കെ ഒരു സൗന്ദര്യമുണ്ട്. ഈ സൗന്ദര്യമാണ് നിങ്ങളും ഞാനും പ്രാപിക്കേണ്ടത്. പക്ഷെ ഇന്നത്തെ മനുഷ്യർക്ക് അതിനെക്കുറിച്ചൊരു ചിന്തയില്ല. നോമ്പ് ഈ ആന്തരിക സൗന്ദര്യം പ്രാപിക്കാനുള്ള അവസരമാണ്, ബാഹ്യ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാനുള്ളതല്ല. ബാഹ്യ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും തോറും ആന്തരിക സൗന്ദര്യം നഷ്ടപ്പെട്ടു. ഈ ലോകം അത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും സ്വസ്നേഹികളായിത്തീരുന്നുണ്ട്, ദ്രവ്യാഗ്രഹികളാകുന്നുണ്ട്, വമ്പ് പറയുന്നവരുണ്ട്, അഹങ്കാരികളുണ്ട്, ദൂഷകന്മാരുണ്ട്, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരുണ്ട്, നന്ദി കെട്ടവരുണ്ട്, അശുദ്ധരുണ്ട്, വാത്സല്യമില്ലാത്തവരുണ്ട്, ഇണങ്ങാത്തവരുണ്ട്, ഏഷണിക്കാരുണ്ട്, അജിതേന്ദ്രിയന്മാരുണ്ട്, ഉഗ്രന്മാരുണ്ട്, സൽഗുണദ്വേഷികളുണ്ട്, ദ്രോഹികളുണ്ട്, ധാർഷ്ട്യക്കാരുണ്ട്, നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ജീവിക്കണം. അപ്പോൾ ഈ വേദഭാഗത്തിലെ ഓരോന്നും നമുക്ക് സത്യ അനുതാപത്തിലേക്ക് നമ്മെ നയിക്കാൻ പര്യാപ്തമാണ്. ഈ വേദഭാഗം വായിക്കണം. ഇന്നത്തെ സമൂഹം ഭോഗപ്രിയരായിട്ട് മാറിയിട്ടുണ്ട്. ഭോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലരും വിചാരിക്കുന്ന പോലെ അശ്ലീലതയിൽ ജീവിക്കുന്നതല്ല ഭോഗമെന്ന് പറഞ്ഞാൽ. ഏതും ആവശ്യത്തിൽ കവിഞ്ഞുപയോഗിക്കുമ്പോൾ നമ്മൾ ഭോഗപ്രിയരാണ്. ആഹാരമാണെങ്കിലും വസ്ത്രമാണെങ്കിലും വീടാണെങ്കിലും ഈ ലോകത്തിലെ വസ്തുക്കളാണെങ്കിലും നമുക്ക് ആവശ്യത്തിൽ കവിഞ്ഞ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നുവെങ്കിൽ നമ്മൾ ഭോഗപ്രിയരാണ്. ഗാന്ധിജി തൻ്റെ ആശ്രമത്തിൽ നിന്ന് ഒരാളിനെ പറഞ്ഞു വിട്ടത് ഒരു കാര്യത്തിനായിരുന്നു. എന്തിനാണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വളരെയധികം വിശ്വസിക്കാൻ പ്രയാസമാണ്. വെള്ളം കൂടുതൽ ഉപയോഗിച്ചതിന് ഒരു ജോലിക്കാരൻ നോക്കിയപ്പോഴേ വെള്ളം ഉപയോഗിക്കുന്നതിൽ യാതൊരു നിയന്ത്രണവും ഇല്ല. ഗാന്ധിജി അയാളെ പറഞ്ഞയച്ചു. അതൊന്നും ഇന്ന് മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അനുതാപത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുവാൻ, ഒന്ന് പശ്ചാത്തപിക്കാൻ, നമ്മിലേക്കും തിരിഞ്ഞു നോക്കാൻ ഈ പൗലോസ്ലീഹ നമ്മെ ഓർപ്പിച്ചിരിക്കുന്ന പ്രബോധനങ്ങൾ വെച്ചുകൊണ്ട് ഒന്ന് ധ്യാനിക്കാം. ഈ നോമ്പിലുണ്ടാകേണ്ടത് ദുഃഖങ്ങളെക്കുറിച്ചുള്ള ഭാരമല്ല, പാപത്തെക്കുറിച്ചുള്ള ഭാരമാണ്. ആ പാപത്തെക്കുറിച്ചൊരു ഭാരമുണ്ടാകാനും അനുദപിപ്പാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിക്കും.